ഈ ഗ്ലാസിൻ്റെ അളവിൽ 3/4 ഗ്ലാസ് സാമ്പാർ പരിപ്പ്, 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ ഒരു 3 വെളുത്തുള്ളി. ഇത് വലുതായതുകൊണ്ടാണ് കേട്ടോ 3എണ്ണം. ചെറുതാണെങ്കിൽ 5എണ്ണം വരെ ചേർക്കാം. പിന്നെ വറ്റൽമുളക് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരല്പം കായം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഇതൊന്ന് വറുത്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് വറുത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ ഇതിലെ കറിവേപ്പിലയും കായും ഒക്കെ നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ആയി കിട്ടാനായിട്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇത് നമുക്കൊരു കണ്ടെയ്നറിൽ, വെള്ളം തൊടാത്ത ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് ഏകദേശം 1 വർഷം വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ വെള്ളം തൊടാതെ വെക്കുന്നത് കൊണ്ട് നമുക്ക് 1 വർഷം വരെ ഇത് ഉപയോഗിക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇത് സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി. ഈ പൊടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിച്ച് നോക്കിയാൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.